നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ കാണുമ്പോഴേ നമ്മൾ എന്താണ് ഇവന്മാരെ കുറിച്ച് പറയേണ്ടത്? ചുമ്മാ അല്ല നമ്മൾ ഇവൻ്റെയൊക്കെ തലയ്ക്കകത്ത് ചാണകമാണെന്ന് പറയുന്നത്. ഡോക്ടർ ആയിക്കോട്ടെ, വക്കീലായിക്കോട്ടെ, ഏതവൻ ഈ ചാണകത്തിൽ ചവിട്ടിയാലും ഇവൻ്റെ തലയ്ക്കകത്തുള്ള തലച്ചോറ് അടിച്ചുപോയി അവിടെ മൊത്തം ചാണകം തിങ്ങിയങ്ങ് നിറയും. പിന്നെ പറയുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ മൃഗത്തിൻ്റെ പരിപാടികളാണ്. പക്ഷെ മൃഗങ്ങൾക്ക് പോലും ഇതിനെക്കാട്ടി ബുദ്ധിയുണ്ട്. കാരണം ആരെങ്കിലുമൊക്കെ മനുഷ്യന്മാരെ കണ്ടാലൊക്കെ അവർക്ക് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാം. കേരളത്തിലെ BJP ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ ഒരു 35 സീറ്റെങ്കിലും പിടിച്ച് ഞങ്ങൾ പ്രതിപക്ഷമാകും, അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും കേരളത്തിൽ ആര് ഭരിക്കണമെന്നും. അങ്ങനെ വലിയ ഗീർവാണമൊക്കെ മുഴക്കി മുന്നോട്ട് വന്നിട്ടുള്ള ഒരു നേതാവാണല്ലോ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ജി. രാജീവ് ചന്ദ്രശേഖർ ജിയെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാണല്ലോ ചിരിച്ചിപ്പം മടുത്തോണ്ടിരിക്കുക. പുതിയൊരു പ്രസ്താവന നിങ്ങളെല്ലാവരും കേട്ട് കാണുമായിരിക്കും. മക്കയിൽ ഒരു ഹിന്ദു ജനപ്രതിനിധി ആകുമോ? ഗുരുവായൂർ വിവാദത്തിൽ ഗോപാലനെ ന്യായീകരിക്കാൻ വിചിത്രവാദവുമായി രാജീവ് ചന്ദ്രശേഖർ ജി. എന്താ നമ്മളിതിന് പറയേണ്ടത്? ഇപ്പം ഈ മക്ക എന്ന് പറയുന്നത് സൗദി അറേബ്യയിലാണ് കേട്ടോ. ഇപ്പം ഈ സൗദി അറേബ്യ ആയിക്കോട്ടെ, മറ്റ് അറബ് രാജ്യങ്ങളായിക്കോട്ടെ, ഇതെല്ലാം ഈ രാജകീയ ഭരണമാണ്. അല്ലാതെ നമ്മുടെ ഇവിടുത്തെ പോലുള്ള രീതിയല്ല അവിടെ. ഇതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു ഒന്നാം തരം പോങ്ങനെയാണ് കേരളത്തിലെ BJP കിട്ടിയിരുന്നത്. ഈ ലെവനാണ് ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് ഞങ്ങൾ 35 സീറ്റ് പിടിക്കും, കേരളത്തിൽ ഞങ്ങൾ തീരുമാനിക്കും ആര് ഭരിക്കണമെന്നുള്ളത്. നമ്മുടെ യോഗി ആദിത്യനാഥിന്റെ UP-ന്ന് കോണകം എടുത്തുകൊണ്ട് ഒരു സാധനം നമ്മുടെ കേരളത്തിൽ ഇറങ്ങി. ഇതുപോലെ കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുന്ന ഒരു കൂട്ടർ വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. നമ്മുടെ കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഈ അഘോര വനത്തിലെ ഈ സന്യാസിമാരെല്ലാം കൂടി ഇങ്ങോട്ട് ഇറങ്ങിയാലേ നമ്മുടെ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ ചിലപ്പം ഓടി വീട്ടിൽ കയറേണ്ടി വരും. കാരണം അതുപോലത്തെ ഡബ്ലോളിക്കയും തൂക്കിയിട്ടുകൊണ്ടാണ് ഇവന്മാരിങ്ങനെ നടക്കുന്നത്. വടിയെടുത്ത് നല്ല അടി കൊടുത്ത് തുണി ഉടിപ്പിക്കാൻ ഇവിടെ ആരുമില്ല. പക്ഷെ പഞ്ചാബില് ഈ പറയുന്ന വിവാഹങ്ങളൊക്കെ തുണിയില്ലാതെ നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ എടുത്തിട്ട് കടവിറങ്ങും. ഇത്രയും സാക്ഷരത നിൽക്കുന്ന പ്രബുദ്ധരായിട്ടുള്ള, മലയാളം സംസാരിക്കാനും അറിയാം, വേണ്ടി വന്നാൽ മുണ്ടു മടക്കി കുത്തിയാനായിട്ട് തെറി വിളിക്കുമെന്ന് പറഞ്ഞ ഈ വേട്ടാവളിയൻ, ആ വേട്ടാവളിയൻ്റെ അവിടെ പോയി തൊഴുത് തലയിൽ അനുഗ്രഹവും മേടിച്ച് പെട്രോൾ അടിക്കാൻ 500 രൂപയും കൊടുത്തെന്നാണ് ഇപ്പോൾ പറയുന്നത്. സത്യം പറയാം കേട്ടോ, ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യ. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വിധി എഴുതാൻ. നമുക്ക് എന്തായാലും ഷെഫീന പറയുന്ന ആ മറുപടി ഒന്ന് കേട്ടു നോക്കിയാലോ. പോവാ. മക്കയിൽ ഒരു ഹിന്ദു ജനപ്രതിനിധിയാകുമോ? ഗുരുവായൂർ വിവാദത്തിൽ ഗോപാലകൃഷ്ണനെ ന്യായീകരിക്കാൻ വിചിത്രവാദവുമായി രാജീവ് ചന്ദ്രശേഖർ. ഇന്ന് വന്നൊരു വാർത്തയാണ്. ഞാനിത് അല്ലെങ്കിൽ അയാളുടെ വോയിസ് കേട്ടായിരുന്നു. അതിനെന്താ കുഴപ്പം? അതിലിപ്പോ എന്താ പ്രശ്നം? അതിലിപ്പോ എന്താ കുഴപ്പം എന്നാ പുള്ളി ചോദിക്കുന്നത്. പറയട്ടെ, ഈ വ്യക്തികൾക്ക് തീരെ ബുദ്ധിയും ബോധവുമില്ല. അപ്പൊ ഇവരെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും പറയേണ്ട കാര്യമില്ല. എടാ, എന്ത് കുന്തോന്ന് പറഞ്ഞാലും ഈ പറയുന്ന സൗദിയിൽ, മക്കയിൽ, സൗദി അറേബ്യയിലാണല്ലോ ഈ മക്ക. അപ്പം അവിടെ ഒരു ഹിന്ദുവിനെ ജനപ്രതിനിധിയാക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവിടെ ഹിന്ദു ഇല്ലാഞ്ഞിട്ടല്ലടാ. എടാ വാഴേ, അത് ജനാധിപത്യ രാജ്യമല്ല, അത് രാജഭരണത്തിന്റെ അണ്ടറിലുള്ളതാണ്. അവിടെ രാജാവാണ്, രാജാവും പ്രജകളുമാണ്. നിങ്ങൾക്ക് എന്താണ് തലയ്ക്ക് വെളിവില്ലാത്തതാണോ അല്ല ഇല്ലാത്തതാണോ അഭിനയിക്കുന്നതാണോ എന്നുള്ളതാണ് എന്റെ ഡൗട്ട്. യഥാർത്ഥത്തിൽ ശാഖയിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന മുഴുക്ക മൊണ്ണത്തരവും മൊട്ടത്തരവുമാണ്. അതുകൊണ്ടാണ് ഈ മൊണ്ണ ഇങ്ങനെ വന്നിരുന്ന് വർത്തമാനം പറയുന്നത്. മൊണ്ണയ്ക്ക് എന്താ ചെയ്യാന്നുള്ളത് അറിയത്തില്ല. ജനാധിപത്യ രാജ്യത്ത് രാജവാഴ്ചയും രാജഭരണവും രാജഭക്തിയും ഒക്കെ കൊണ്ടുവരികയും ഒരു രാജവാഴ്ചയുള്ള രാജ്യത്തെ പ്രജകളെ വെച്ച് കമ്പാരിസൺ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് എന്ത് തരം ബോധമില്ലായ്മയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എനിക്ക് പറയാൻ വയ്യ. ഒരു അല്പമെങ്കിലും ബോധം ഉണ്ടെങ്കിൽ പൊട്ടാന്നെങ്കിലും വിളിക്കുന്നത്. പൊട്ട എന്ത് തരം മണ്ടതരമാണ് എഴുന്നള്ളിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവന്റെ സഹവാസമൊക്കെ ഇതേ കണ്ടില്ലേ, ഇതുപോലുള്ള ആസാമിമാരെടുത്താണ് കിബില തെറ്റി നടക്കുന്ന കുറെ എണ്ണങ്ങളെയും ചമന്നുകൊണ്ട് നടക്കുന്ന ഇവറ്റോളെടുത്തു എന്തോ സൂത്രണം പറഞ്ഞിട്ടും കാര്യമില്ല. ബോധം അശേഷം വേണ്ടായോ. ഇല്ലോളം സുർണിയോളെങ്കിലും ബോധം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ബോധം കെട്ടവനേന്നെങ്കിലും പറയാമായിരുന്നു. അപ്പൊ ഇയാൾക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് പറയുന്നതാണ്. അപ്പൊ ഈ വക്കാലത്ത് പറയുന്ന ഒരു അവസരത്തിൽ ഈ മനുഷ്യന്റെ അടുത്ത് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അല്ലെങ്കിൽ നീ ഇത് തിരിച്ചു പറയുന്നുണ്ടോ, മാറി പറയുന്നുണ്ടോ എന്ന് എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ കഴുത പറയുന്നതാണ്, കഴുത പറഞ്ഞതാണ് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് ഇടുന്നത്. കേൾക്കാം. ഞാൻ പറഞ്ഞതിൽ 100% വീണ്ടും 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 പരാതി കൊടുക്കുന്നവർക്ക് അത് തോന്നലുണ്ടത് കാണുന്നുള്ളത്. പരാതി കൊടുക്കട്ടെ, എനിക്കൊരു വിഷയമില്ല. ഞാൻ പറഞ്ഞതിന് ഒരു ഇഞ്ച് ഞാൻ പുറകോട്ടില്ല. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രമുഖ മുസ്ലിം പണ്ഡിതന്റെ യാത്രയിൽ ഈ ചാവക്കാട് ഇവിടുത്തെ അബ്ദുൽ ഖാദർ അടക്കം, ഇവിടുത്തെ പ്രതാപനടക്കം, ഇവിടുത്തെ മുഴുവൻ ഇടതുപക്ഷവും വലതുപക്ഷവും ക്യൂ ആയിരുന്നു. എന്റെ തിരുനാവായിലെ കുംഭമേളയിലോ ഒരാൾ തിരിഞ്ഞു നോക്കാഞ്ഞത് എല്ലാവരെയും വിളിച്ചാലോ. എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല? എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല? അതാണ് മതേതൃത്വം. ഇവിടെ പോകുന്നവർ അവിടെ പോകണം. അപ്പൊ മതേതൃത്വമാണ്. ജനാധിപത്യം എന്താണെന്നോ ജനാധിപത്യ ജനപ്രതിനിധി എന്താണെന്നോ ഒരു വിവരവും ഇല്ലാത്ത ഈ വാഴകളെ പറഞ്ഞു തോറ്റു. ഗുരുവായൂരപ്പനിൽ വിശ്വസിക്കുന്ന, ഗുരുവായൂർ നടയിൽ നിന്നിട്ട് ഈ ഗുരുവായൂരിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരു MLA ഇവിടെ ഉണ്ടോ?
വിളക്ക് കത്തിക്കുന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു MLA, ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് മിത്താണ് എന്ന് പറയുന്ന വേറൊരു MLA. തീർച്ചയായിട്ടും അത് അവർക്ക് അങ്ങനെയായിരിക്കാം, അവരുടെ രീതി അതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ പറയുന്നില്ലേ, നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മാത്രം കാര്യമല്ലല്ലോ, നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടുന്നില്ലേ, അനാവശ്യമായിട്ട് അവരെ പ്രൊവോക്ക് ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ഇറങ്ങുന്നില്ലേ. അവർ മിത്തെന്ന് പറഞ്ഞെങ്കിൽ അത് അവരുടെ കൺസെപ്റ്റാണ്, അല്ല അത് അങ്ങനെ തന്നെ അല്ലേ, നീ എന്താ അത് വ്യത്യാസം എന്തുവാ? അല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കേ. അങ്ങനെ നിങ്ങൾക്ക് പറയാം, മറ്റൊരാൾ പറയുമ്പോൾ അതൊരു MLA പറയുമ്പോൾ കുഴപ്പമാണെന്ന്. അതുപോലെ തന്നെ ഗുരുവായൂരപ്പനെ വിശ്വസിക്കാത്ത ഒരാൾക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്ന്. ജനാധിപത്യമല്ലേ ഇത്? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? അവർക്ക് അവരുടെ മതവിശ്വാസം ഇല്ലേ? ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വായിക്കാറ് പോലും ഇല്ലേ? എന്തൊക്കെയാണ് തോന്നിവാസങ്ങൾ എന്നുള്ളതാണ് കഷ്ടം തന്നെ. രാഷ്ട്രീയം പറയാൻ അവർക്ക് അറിയത്തില്ല. ഇവരാകെ പറയുന്ന കാര്യം എന്താ ഇത് തന്നെയാണ്. റിപ്പീറ്റഡ്ലി ഈ ഒട്ടകം ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒട്ടകത്തിനെ ജയിപ്പിച്ച് വിടണമെന്നും പറഞ്ഞുകൊണ്ട് ആ വാഴ അതിന് ഏറ്റു പറയുന്നത്, അതിന് മക്കയിലെ ആളെ പിടിക്കുന്നത്. അത് നിങ്ങൾക്ക് വേറൊന്നും കാണാൻ തോന്നിയില്ലേ? ഈ ട്രംപിന്റെ കേസൊന്നും പറയാൻ തോന്നിയില്ലേ? ഇത് അവിടെയെങ്ങും ആ ഇതൊന്നും മാച്ചപ്പ് ചെയ്യുന്നത്. നിങ്ങൾ ഈ മുസ്ലിങ്ങളുടെ പിറകെ വെച്ച് പിടിക്കുന്ന എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. രാജ്യഭരണം നടക്കുന്ന ഒരു രാജ്യത്തെ അതേപോലെ വിഭാവനം ചെയ്ത് കാണുന്നതിന് പകരം ഇവിടുത്തെ കാര്യവും അതും കൂടെ വെച്ച് മാച്ച് ചെയ്യണം. അവിടെ രാജഭരണമാണ്. അവിടെ വിചാരിച്ചാൽ പോലും അവിടുത്തെ ഒരു പൗരനിക്ക് അവിടെ ഇലക്ഷനായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അവിടെ രാജാവ് നിർണ്ണയിക്കും ആര് വേണം ആര് വേണ്ടെന്നും, മന്ത്രി ആരാണോ വേണ്ടെന്നുള്ളത് അവർ നിശ്ചയിക്കും. അല്ലാതെ അവിടെ ജനാധിപത്യമല്ല. ഇവിടെ അങ്ങനെയല്ല, ജനാധിപത്യ രാജ്യമാണ്. ഇതെങ്ങനെ നിങ്ങൾ ടാലിയാക്കുന്നത്? ഈ പൊട്ടക്കണ്ടിലെ തവളകളെ വെച്ചിട്ടാണ് നിങ്ങൾ രാജ്യഭരണം ഏൽപ്പിക്കാനായിട്ട് നിൽക്കുന്നത്. ഇവനൊക്കെ നോർത്തിൽ നടത്തിയ ആ കുത്തിക്കഴപ്പാണ് ഇവിടെ ഇളക്കാൻ നോക്കുന്നത്. നടക്കൂലടാ, ഇത് കേരളമാണ്. കേരളത്തിലെ ആളുകൾ നിങ്ങൾക്ക് നല്ല ഒന്നാം തരം പുച്ഛമായിരിക്കും മറുപടി തരിക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. തുണിയില ബാബ വേറെ വന്നിട്ടുണ്ട്. തുണിയില ബാബ വന്ന് ഇനിയിപ്പോ അനുഗ്രഹങ്ങളുടെ ഭണ്ഡാരം അങ്ങോട്ട് അയച്ചു വിട്ടിട്ടുണ്ട്. അത് കണ്ടേ, അതും കൂടെ കണ്ടോളി. നല്ല കാഴ്ചയാണ്. UP വന്നാണ്. എന്തായാലും ഇവിടുത്തെ BJP നേതാക്കളെ കാണണമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല BJPക്ക് ജയം നേടാൻ വേണ്ടി UP മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടതാണെന്നാണ് പറയുന്നത്. യോഗിയുടെ ആളാണ് പറഞ്ഞത് അല്ലേ? आप कहाँ से? उत्तर प्रदेश। आशीर्वाद देने के लिए BJP को बहुत वोटों से जीत होगा BJP का। इधर BJP को नई सीट जस्ट टाइम सीट हो जाएगा। हाँ, सन 2026 अपनी BJP रहेगी. ഇത്തവണ എന്തായാലും BJPക്ക് സീറ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാക്കുന്നു അല്ലെങ്കിൽ പറയുന്നുണ്ട്. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്ന ഈ ഡ്രസ്സൊന്നുമില്ലാത്ത സ്വാമിമാരില്ലേ, അങ്ങനത്തെ ഒരു സ്വാമിയാണ് ഈ വണ്ടിയുടെ ഫ്രണ്ടിലിരിക്കുന്നത്. അഘോരി. ഇവർ ബാക്കിലിരിക്കുന്നവർ വസ്ത്രമൊക്കെ ഉണ്ട്, പക്ഷേ ഫ്രണ്ടിലിരിക്കുന്ന സ്വാമിക്ക് വസ്ത്രങ്ങളൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു സ്വാമിയാണ്. എന്തായാലും നമ്മൾ ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ കരമന ജയന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒരു MLA കാണണമെന്നാണ് പറയുന്നത്. നമുക്കിവിടെ BJP MLA ഒന്നും കാണിച്ചു കൊടുക്കാനില്ല. അല്ലോ, മനസ്സിലായോ? പുള്ളി പറയണ വല്ലതും പിടികിട്ടിയാ? അതാണ്. ഇനിയിപ്പോ ഇവിടെ BJP വരുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ട് പോവുകയാണ് നിക്കറില്ലാത്ത ബാബ. ഒരു നിക്കർ വെച്ചിട്ട് കൊടുക്കുക ആദ്യം അങ്ങേർക്ക്. അതാണ് ആവശ്യമായിട്ടുള്ളത്. നഗ്നതാ പ്രദർശനത്തിനെതിരെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്താൽ അകത്ത് പോവും കളവൻ. അത്രേ എനിക്ക് പറയാനുള്ളൂ. പച്ച വർഗീയത പറഞ്ഞു വന്ന ഈ ഒട്ടകത്തിന് പോലും അപമാനമായിട്ടുള്ള ഈ പരമ ഊള, ഇവനെ താങ്ങിയ മറ്റവൻ ഏതാ? അഘോര വനത്തിലെ സന്യാസിയുടെ പറങ്ങാണ്ടി മാങ്ങ തൂക്കിയിട്ടുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അതിന്റെ മുമ്പിൽ പോയിരുന്നോണ്ട് ഒച്ചാനിച്ചിരുന്നില്ലേ? ഇവനൊക്കെ എന്ത് ജനാധിപത്യ ബോധ്യമുണ്ട്? പച്ച വർഗീയത പറഞ്ഞ് അധികാരത്തിൽ വരാമെന്നുള്ള നിന്റെയൊക്കെ ഈ വ്യാമോഹമുണ്ടല്ലോ, ഇത് കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം ചേർത്ത് തോൽപ്പിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്ന ഒരു ഹിന്ദുവായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി ഇവിടെ നിർത്തിയിട്ടുണ്ടോന്ന്. അവിടുത്തെ സിറ്റിംഗ് MLA ആയിട്ടുള്ള ആ മനുഷ്യൻ അവിടെ ചെയ്തു വെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഗുരുവായൂരിന് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ്. നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഒരു MP അങ്ങോട്ട് അയച്ചല്ലോ, ഇപ്പോൾ മന്ത്രിയാണല്ലോ, സഹമന്ത്രി. എന്ത് വാഴയാണ് അവിടെ ഇങ്ങോട്ട് കൊണ്ടു തന്നിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് അങ്ങോട്ട് ഒലത്തി കൊടുത്തത്? അപ്പം ഇതുപോലെ പച്ചക്ക് വർഗീയത പറഞ്ഞ തലയ്ക്ക് വെളിവില്ലാത്ത, ലശേഷം വിവരവും ബുദ്ധിയുമില്ലാത്ത ഇതുപോലത്തെ മരമണ്ടന്മാർ, മന്ദബുദ്ധി എന്ന് പോലും വിളിക്കാൻ കൊള്ളാത്ത ഇതുപോലത്തെ പോങ്ങന്മാരെയൊക്കെ കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വടക്കേ ഇന്ത്യയെക്കാട്ടി കഷ്ടമായി പോകും. കാരണം നമ്മുടെ ഈ നാട്ടിൽ നമുക്ക് സ്വസ്ഥതയും സമാധാനത്തോടുകൂടി ജീവിക്കാൻ ഈ മരമാക്രികൾ നമ്മൾ സമ്മതിക്കുന്നത്. കാരണം ഇതുപോലത്തെ പൊട്ടത്തരവും വിഡ്ഢിത്തരവും മാത്രം എഴുന്നള്ളുന്ന ഇവന്മാരുടെ പ്രവർത്തികൾ എന്താണ് എന്നുള്ളത് നമ്മളിപ്പം കാണുന്നുണ്ട്. അപ്പോൾ അന്നേരം അധികാരം കൂടെ കൈ കെട്ടി കഴിഞ്ഞാൽ ഈ ഊളകൾ കാണിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് ഊഹിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.